ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വൈബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിലേക്കുള്ള അൺവാണ്ടഡ് ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാം അതിന് പറ്റിയിട്ടുള്ള ഒരു പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത് തന്നെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിലും അവൈലബിൾ ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ അതിനകത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിന് വേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് കടലമാവാണ്. അത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ അടുത്തതായിട്ട് ഇട്ടിരിക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡറാണ്. നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് വാസ്ലിനാണ്. അതായത് നമ്മുടെ നോർമൽ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന വാസ്ലിനാണ്. ഞാനിവിടെ കൊക്കോ ബട്ടറാണ് അതിൻ്റെ ഫ്ലേവർ എടുത്തിരിക്കുന്നത്. ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ. ഇപ്പോൾ കൊക്കോ ബട്ടറിൻ്റെ വാസിൽ ഒരു 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ പാലാണ്, പച്ചപ്പാൽ, അതായത് തിളപ്പിക്കാത്ത പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഭയങ്കരമായിട്ട് വാട്ടറി ഫോം ആവരുത്. ഒരു തിക്ക് പേസ്റ്റാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. നമുക്കൊരു പേസ്റ്റ് രൂപത്തിലായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് വാട്ടറി ഫോമായി പോവരുത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഈ കടലമാവ് കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കട്ടകളൊക്കെ ഉടച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. എന്നിട്ട് നമുക്കിനി ഇത് നമ്മുടെ ഫേസിൽ എവിടേക്കാണോ നമുക്ക് ഹെയർ ഉള്ളത്, ഈ കുഞ്ഞ് അൺവാണ്ടഡ് ഹെയർസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള പേസ്റ്റാണ്. അപ്പോൾ അത് എവിടേക്കാണുള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫേസിൽ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. കാരണം വാസലിൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസ് സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കും. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ നല്ലോണം സോഫ്റ്റ് ആവും. അപ്പോൾ ഞാനിത് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ മാത്രം മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫേസ് ഉണ്ട് മീശയും താടിയും വെച്ച പോലെ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരും കളിയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ തിക്ക് പേസ്റ്റായിട്ടാണ് ഇടേണ്ടത്. അതായത് നല്ലൊരു തിക്ക് ലെയർ വേണം. എന്നാലും നമുക്ക് ആ ഒരു ഹെയർസിനെയൊക്കെ ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല തിക്ക് ലെയറായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാനൊരു 2 ലെയറായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റാണ് നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വേണ്ട ടൈം. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഏത് വശത്തേക്കാണോ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ കഴുകി കളയേണ്ടത്. പിന്നെ ഈ പാക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ഈ അൺവാണ്ടഡ് ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഇത് ഡ്രൈ സ്കിൻ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നൊന്നും ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി. അപ്പോൾ നമുക്കിത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിൽ 2 തവണയോ അല്ലാന്നുണ്ടെങ്കിൽ 1.5 വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്.
അപ്പോൾ അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി. പിന്നെ ഞാനിത് ഫേസ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞിട്ട് തന്നെ എവിടേക്കാണോ ഏത് വശത്തേക്കാണോ ഹെയർ വരുന്നതെന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റായിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ കോലാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ. പിന്നെ ഞാൻ ഈ പാക്ക് വെച്ചിട്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നമ്മുടെ അൺവാണ്ടഡ് ഹെയറൊക്കെ പോകുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലെഗിലൊക്കെ ഉള്ള ഇത് വാക്സ് ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വാക്സ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഇത് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴുകി കളയാണ് ചെയ്യുക. വാക്സ് ചെയ്യാനായിട്ടുള്ള അത്രയ്ക്ക് ഹാർഡായിട്ടുള്ള ഒരു ഇതല്ലല്ലോ ഇതിനകത്ത്, ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഒരു കാലിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്, പക്ഷേ ഇത് മൊത്തം ഫ്ലോപ്പായിപ്പോയി. കാരണം ഇത് ഒന്നും നടന്നില്ല. ആ ഹെയർ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അതേപടി തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് എന്തായാലും വാക്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഹെയർ ഒന്നും റിമൂവ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഉള്ള അൺവാണ്ടഡ് ഹെയർ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കുഞ്ഞ് ഹെയർ, അതൊക്കെ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ലെഗിലൊക്കെ എന്ന് വെച്ചാൽ ഇത്തിരി കൂടി ഹാർഡായിട്ടിരിക്കുമല്ലോ, അപ്പോൾ അതൊന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലായി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും എൻ്റെ പരീക്ഷണം ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എന്തായി എന്നുള്ളത് ലാസ്റ്റ് കാണാൻ പറ്റും, അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.